സർ, ലഹരി കേസുകളിൽ നടപ്പിലാക്കുന്ന ശിക്ഷകൾ കൂട്ടിയാൽ നമുക്ക് യുവാക്കളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനാകില്ലേ? എന്തുകൊണ്ടാണ് ഡ്രഗ് ഫ്രീ രാജ്യങ്ങളിൽ നടപ്പിലാക്കുന്ന പോലെയുള്ള കഠിനമായ ശിക്ഷകൾ ഇവിടെ നടപ്പിലാക്കാത്തത്? അതായത് NDPS കേസുകളിൽ ഏറ്റവും ഇന്ത്യയിൽ നിലവിലുള്ളതിൽ ഏറ്റവും കൂടുതൽ ശിക്ഷയുള്ള ഒരു നിയമമാണ് NDPS. അതായത് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസ് പോലുള്ള കേസ് ചെയ്തു കഴിഞ്ഞാൽ 20 വർഷം തടവും 2 ലക്ഷം രൂപയാണ് പിഴ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചെയ്താൽ പോലും അതേ ശിക്ഷയുണ്ട്. ഇത് ഉപയോഗിക്കുന്ന യുവാക്കൾ മാത്രമാണെന്നൊരു ചിന്ത നമ്മുടെ പെൺകുട്ടികളുടെ ഇടയിലുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ബോയ്സിനോടൊപ്പം തന്നെ ഗേൾസും ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് കണക്കുകളും നമ്മുടെ എക്സ്പീരിയൻസും. രണ്ടാമതായിട്ട് എനിക്ക് കൂടുതൽ സമയം നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല, പക്ഷേ ഉപയോഗിക്കുന്നവരുടെ ഭാഗമാകുമ്പോൾ സിമ്പിളായിട്ട് പറയാം, നിങ്ങൾ ഈവനിങ്ങിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ടീ കുടിക്കാനോ ഒരു കോഫി കുടിക്കാനായിട്ടോ കോഫി ഷോപ്പിൽ പോകുന്നു. നിങ്ങളുടെ സുഹൃത്ത് ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവരുടെ പോക്കറ്റിൽ എന്തുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയത്തില്ലല്ലോ. ആ സമയത്തായിരിക്കും സാറിനൊരു മെസ്സേജ് എവിടുന്നെങ്കിലും കിട്ടുന്ന, ഇന്ന വാഹനത്തിൽ ഡ്രഗ്സ് വെച്ചിട്ടുണ്ട്, അല്ലെ ഉപയോഗിക്കുന്ന ആളുണ്ട്, അയാളുടെ പോക്കറ്റിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്നതല്ല, പക്ഷെ ആ വാഹനം പിടിച്ചെടുത്ത് കഴിയുമ്പോൾ നിങ്ങളും അതിൻ്റെ ഭാഗമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിക്കുക മാത്രമല്ല, ഉപയോഗിക്കുന്നവരെ തിരിച്ചറിയുകയും അവരുടെ ഭാഗമല്ലാതാകാതിരിക്കുകയും ചെയ്യേണ്ടതും കൂടെ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ സാർ ഞാൻ നിസ്സഹായനാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പോലീസ് നിങ്ങളെ പിടിക്കും, നിങ്ങളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. നിയമപരമായി നിങ്ങളുടെ ഇന്നബിലിറ്റി, അത് നിങ്ങളുടെ നിസ്സഹായാവസ്ഥ തെളിയിക്കുന്നിടം വരെ നിങ്ങൾ നിയമത്തിൻ്റെ പിടിയിൽ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പം അതും കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നിങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതല്ല, ഏതെങ്കിലും തരത്തിൽ നിങ്ങളിതിൻ്റെ ഭാഗമായാൽ പോലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതാണ് സത്യം. യെസ്, താങ്ക് യു. അടുത്ത ചോദ്യം. ഇവിടെ മനോജ് ഒരു മിനിറ്റ് മോളെ, ഇവിടുന്ന് ഒരു ചോദ്യം ഒന്ന് കഴിഞ്ഞു, അപ്പോഴത്തേക്ക് മൈക്ക് കിട്ടും. ചോദിച്ചോളൂ മോളെ, ചോദിച്ചു. സാർ, എൻ്റെ പേര് വൈഗ. സാർ, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥിനി സംഘടനകളിൽ എന്തെല്ലാം ഉത്തരവാദിത്തമാണ് നൽകുക? സാർ, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥിനി സംഘടനകൾക്ക് എന്തെല്ലാം ഉത്തരവാദിത്തമാണ് നൽകുക? അതായത് ലഹരി വസ്തുക്കളുടെ വിൽപ്പനയോ അല്ലെങ്കിൽ അത് കടത്തിക്കൊണ്ടുപോകുന്ന വാഹനമോ എന്തുണ്ടെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രവൃത്തികളിൽ ആരേർപ്പെട്ടാലും അത് നമുക്ക് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറയാൻ പറ്റും. പോലീസിൻ്റെ ആയിരുന്നാലും എക്സൈസിൻ്റെ ആയിരുന്നാലും ഏത് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് വിളിച്ച് പറയുന്ന ഒരു വ്യക്തിക്കും അവരുടെ ഐഡൻറ്റിറ്റി അതിനകത്ത് കാണാൻ പറ്റത്തില്ല. ഇത് സെൻട്രലായിട്ട് അത് ക്രോഡീകരിച്ചിട്ടാണ് അത് എവിടേക്കാണെന്ന് അത് തിരിച്ചു വിടുന്നത്. ഇപ്പം നിങ്ങൾ കൊടുക്കുന്ന ടോൾ ഫ്രീ നമ്പറിൽ കിട്ടുന്ന വിവരം തിരുവനന്തപുരത്ത് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നിട്ട് അവിടെ നിന്നാണ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ചെന്നതിന് ശേഷമാണ് അത് ഏത് ജില്ല, ഏത് പഞ്ചായത്ത്, ഏത് വില്ലേജിൽ നോക്കിയിട്ട് ആ കൺസേൺഡ് ഓഫീസിലേക്ക് അത് അയച്ചു കൊടുക്കും. അങ്ങനെയാണ് അതിന് നടപടിയെടുക്കുന്നത്. നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ ചുറ്റുപാട്, അതായത് നമ്മുടെ വീട്ടുകാർ അല്ലാത്ത ഒരു അപരിചിതൻ വന്ന് നിൽക്കുക, അല്ലെങ്കിൽ അയാൾ ആരുമായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറിയാൻ പറ്റത്തില്ല നിങ്ങളെ വീട്ടിൽ അപരിചിതനായ ആര് അവിടെ അല്ലെങ്കിൽ ആ പരിസരത്ത് നിൽക്കുന്നു. അപ്പോൾ അപരിചിതനായ വന്നു നിൽക്കുന്ന ആളിൽ എന്താണ് അയാളുടെ പ്രവൃത്തി, അയാൾ സ്ഥിരമായിട്ട് വരുന്നുണ്ടോ, അയാൾ എന്തിനാണ് അവിടെ വരുന്നത്, ഏതെങ്കിലും വീടുകാരായിട്ട് ബന്ധമുണ്ടോ, അല്ലാത്ത ഒരാളാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എളുപ്പം പറയാം. നിങ്ങളുടെ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞാൽ മതി. വാർഡ് മെമ്പറാകുമ്പോൾ നിങ്ങൾക്ക് വളരെ അടുത്ത് സൗഹൃദമുള്ള ആൾക്കാരായിരിക്കും. വാർഡ് മെമ്പർ എടുത്ത് പറയണം, മേഡം അല്ലെങ്കിൽ ഒരാൾ ഇന്ന ബൈക്കിൽ, ഇന്ന നമ്പറുള്ള ബൈക്കിൽ ഇവിടെ വന്ന് നിൽക്കുന്നു, അയാളുടെ ബിസിനസ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അയാൾ വരുമ്പോൾ ചെറുപ്പക്കാരായ കുട്ടികൾ വരുന്നു, അല്ലെങ്കിൽ മറ്റാൾക്കാരെ അയാളെ ബന്ധപ്പെടുന്നു, എന്താണ് കാരണമെന്ന് അറിഞ്ഞുകൂടാ, അതിനെ ഒന്ന് ഇൻഫോം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാർഡ് മെമ്പർ അതിനനുസരിച്ച് നിയമ നടപടികൾ എടുക്കും. അവരറിയിക്കേണ്ട ഉദ്യോഗസ്ഥരെ അറിയിക്കും. അപ്പോൾ നമുക്ക് അതിനകത്ത് മാറ്റം കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും സ്വാർത്ഥ താല്പര്യം കാണിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം ഇവർക്കെല്ലാം വളമാവുന്നത്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അങ്ങനെ എല്ലാം നമ്മുടെ പ്രദേശം ശാന്തമായെങ്കിൽ മാത്രമേ മറ്റ് സമൂഹം ശാന്തമാവുകയുള്ളൂ.
അതിനുള്ള എല്ലാവരും അതിനോടൊപ്പം തന്നെ എന്താണ് ഇതുപോലുള്ള പ്രവൃത്തികൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക, നമ്മുടെ വാർഡ് മെമ്പർ ഏറ്റവും നിങ്ങൾക്ക് എളുപ്പം ബന്ധപ്പെടാൻ പറ്റുന്നത് നിങ്ങളുടെ വാർഡിലെ അവരാണ്. അവരെ ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം, എക്സൈസിനെ വിളിക്കാം, ആരെ വേണോ വിളിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വാർഡ് മെമ്പർ ആവാം, അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് നമ്മുടെ കുടുംബശ്രീയുടെ CDS കാണും, അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യും പറയാൻ പറ്റും. ഓക്കെ, യെസ്. എൻ്റെ പേര് ശിവഗംഗ എന്നാണ്. എന്താണ് ഓപ്പറേഷൻ തണ്ടർ? ഓപ്പറേഷൻ തണ്ടർ എന്ന് പറയുന്നത് ജൂൺ 1 മുതൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച മയക്കുമരുന്നിനെതിരെയുള്ള പ്രവൃത്തിയാണ്. അതിന് ആർക്കും ഇൻഫർമേഷൻ തരാം. ആ ഇൻഫർമേഷൻ നേരത്തെ കൺട്രോൾ റൂമിൽ വരുന്നു. ആ കൺട്രോൾ റൂമിൽ നിന്ന് അത് എവിടത്തേക്കാണോ ആ സ്ഥലത്തേക്ക് കൊടുത്ത് അവിടുത്തെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കുന്നതാണ് തണ്ടർ എന്ന് പറയുന്നത്. തൂഫാനെ പോലെ ജൂൺ 1 പോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിച്ച പരിപാടിയാണ് തണ്ടർ എന്ന് പറയുന്നത്. യെസ്. അതുപോലെ മാം പറഞ്ഞ കാര്യം ഒന്ന് എല്ലാവരും മനസ്സിൽ വെക്കണം. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ നിങ്ങളോട് പറഞ്ഞില്ലേ, അതായത് നിങ്ങൾ ഉപയോഗിക്കുകയോ നിങ്ങൾ ഇത് അറിയുകയോ ഒന്നും ചെയ്യണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ഒരു കട്ട ചങ്ക് ഇതിൻ്റെ ലഹരിയുടെ വലയിൽ പെട്ടുപോയെന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളത് അറിയണമെന്നില്ല. പക്ഷേ അയാൾ വാ നമുക്കൊരു ചായ കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെയും കൂട്ടി എങ്ങോട്ടേക്ക് പോകുമ്പോഴായിരിക്കും സാറിന് ഇൻഫർമേഷൻ വരിക, ഇന്ന ബൈക്കിൽ ഇന്ന കാറിൽ ഇങ്ങനൊരു ഡീലിംഗ് നടക്കുന്നുണ്ടെന്ന്. അപ്പം അവർ ഓടി വന്ന് പിടിക്കുമ്പോൾ ആര് പെട്ടുപോകും? നിങ്ങൾ പെട്ടുപോകില്ലേ? അപ്പം മാം പറഞ്ഞ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സാഹചര്യമാണ്. അതിന് കണ്ണു തുറന്ന് കാത് കൂർപ്പിച്ച് നിൽക്കുക എന്നല്ലാതെ മറ്റൊന്നുമില്ല. താങ്ക് യു മാം. ഒരു കൈയടി മാമിന് പ്ലീസ്. നമുക്ക് തുടരാം. അടുത്ത ചോദ്യം. സ്കൗട്ടുകാരൊന്നും ഒന്നും ചോദിക്കുന്നില്ല കേട്ടോ. റെഡ് ക്രോസ് ഉണ്ട്. യെസ്. സാർ, എൻ്റെ പേര് നിവേദിത. ഇന്നത്തെ കാലത്ത് യുവതലമുറ ഒരുപാട് ലഹരിക്ക് അടിമപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ലക്ഷ്യബോധമില്ലാത്ത യുവതലമുറയാണ്. അതായത് ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ശക്തിക്കും പിന്തിരിപ്പിക്കാൻ പറ്റില്ല. അപ്പം ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാത്ത ആൾക്കാരെന്ത് ചെയ്യും? എന്തെങ്കിലും സ്ട്രെസ്സോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? വെളിയിലുള്ള ഒരു ലഹരിയെ തേടി പോകുന്നു. ഈ ലഹരിയൊന്നും നമ്മുടെ ശരീരത്തിന് യോജിച്ചതല്ല. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് എന്താണ് എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവാൻ തന്നിട്ടുണ്ട്. ആ സൗഭാഗ്യം വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ശരിയായ രീതിയിൽ തരണം ചെയ്യാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ ഒരു ലഹരിയുടെ പുറകെ നമുക്ക് പോകേണ്ട കാര്യമില്ല. അപ്പോൾ അവർക്ക് സ്ട്രെസ്സോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടോ ഉണ്ടാകും. ഇപ്പം നിങ്ങളെ തന്നെ സംഭവിക്കും. നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുപാട് ഉണ്ടല്ലോ. നിങ്ങളുടെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള പരിഹാരം കണ്ടെത്തുന്ന ആരായിരിക്കും? നിങ്ങളുടെ അച്ഛനോ അമ്മയും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ സഹോദരിയോ ആയിരിക്കും. അല്ലാതെ വെളിയിലുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ടോ ഒരു ചങ്ക് ഫ്രണ്ട്സോ നിങ്ങളുടെ ഒരു വിഷമത്തിനും ഒരു പരിഹാരം കാണാൻ പറ്റത്തില്ല. പക്ഷേ അവരങ്ങനെ പരിഹാരം കാണാൻ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തുണ്ടായിരിക്കും? ഒരു ഗൂഢലക്ഷ്യം ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നമ്മുടെ ശരീരത്തെയോ നമ്മുടെ ഭാവിയെയോ നമ്മുടെ കുടുംബത്തെയോ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ ഉദ്ദേശശുക്തി നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം മാഡം പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊരു ആൺകുട്ടികൾ തമ്മിൽ നമ്മൾ വഴിയിൽ പോകുമ്പോൾ ബൈക്കിന് കൈ കാണിച്ച് ലിഫ്റ്റ് കയറി പോകുമ്പോൾ ഈ ബൈക്ക് ഓടിച്ചിരിക്കുന്ന ആളിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ ആ വാഹനത്തിലോ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് വല്ലതും ഉണ്ടെങ്കിൽ വഴിയിൽ വെച്ച് വാഹന പരിശോധനയ്ക്ക് നമ്മൾ കൈ കാണിക്കുമ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് സബ്സ്റ്റൻസ് കണ്ടെടുത്ത് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച ആളും പ്രതിയാണ്, ബേക്കിയിരുന്ന ആളും പ്രതിയാണ്. ഇയാൾ എവിടെ നിന്ന് കയറിയെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സാധനം കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ഓടിച്ചിരുന്ന 1-ാം പ്രതി, ഇയാൾ 2-ാം പ്രതി. അപ്പം അതിന് ഉത്തരവാദിത്വം, അതായത് അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന വാഹനവും അതിനകത്തേക്ക് എന്ത് ചെയ്യും? സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെടും. അതിൻ്റെ വാഹന ഉടമ വേണമെങ്കിൽ പ്രതിയാവാം. എങ്ങനെ? വാഹന ഉടമ തെളിയിക്കണം. അതായത് അവരുടെ ബാധ്യതയാണ്, ഞാൻ ഈ വാഹനം കൊടുത്തുവിട്ടത് ഈ കുറ്റകൃത്യം ചെയ്യാനല്ല എന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? പ്രതിയാവും. ഇപ്പം നമ്മൾ ഒരുപാട് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു നാർക്കോട്ടിക് സബ്സ്റ്റൻസ് വാങ്ങിക്കാനായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട്സ് എന്ത് ചെയ്യുന്നു? എനിക്കൊരു 500 രൂപ അല്ലെങ്കിൽ നീ ഒരു 1000 രൂപ എനിക്ക് അയച്ചു താ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയച്ചു കൊടുക്കും അല്ലേ? അയച്ചു കൊടുക്കണ്ടെന്ന്. പക്ഷേ അയാൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഉദ്ദേശശുദ്ധി നമ്മൾ കൃത്യമായി പരിശോധിക്കണം. ഈ 1000 രൂപ ഇപ്പം എൻ്റെ മൊബൈലിലേക്കാണ് വരുന്നത്.
അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരിടത്തു നിന്ന് വിളിച്ച് പറയാണ്, എനിക്കൊരു 1000 രൂപയ്ക്ക്, ഈ 1000 രൂപ ഞാൻ ഇങ്ങനെയുള്ളൊരു പ്രവൃത്തിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇദ്ദേഹവും അതോടൊപ്പം എന്താവും, ഈ അയച്ചു തന്ന, നമ്മളിപ്പോൾ ഒരു കേസ് എടുത്തതിന് ശേഷം അയാളുടെ മൊബൈൽ എടുക്കും, മൊബൈൽ വെച്ചിട്ട് അതിലേക്ക് വന്ന ട്രാൻസാക്ഷൻ മൊത്തം പരിശോധിക്കും. പരിശോധിക്കുമ്പോൾ പൈസ ആരയച്ചു തന്നിട്ടുണ്ട്? ഇദ്ദേഹവും അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹവും എന്ത് ചെയ്യും? എന്നോടൊപ്പം പ്രതിയാവും. അപ്പോൾ വാഹനം കൊടുത്തു കഴിഞ്ഞാൽ വാഹനം പോവും, പൈസ അയച്ചു തന്നു കഴിഞ്ഞാൽ ആ പൈസ അയക്കുന്ന ആൾ പോവും. ഇതിനെല്ലാം നമുക്ക് എന്താണ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ആരൊക്കെ നമുക്ക് പൈസ അയച്ചു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ ഈ ബിസിനസ് ചെയ്ത് ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ ആൾക്കാരെന്തെങ്കിലും വസ്തുവകൾ ആർജിക്കുക, വീട് വയ്ക്കുക, കാർ വാങ്ങിക്കുക, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? NDPS നിയമപ്രകാരം എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുകെട്ടാൻ പറ്റും. സർക്കാരിലേക്ക് അത് കണ്ടുകെട്ടാൻ പറ്റും. അതുപോലെ നമ്മളൊരു വീട് കൊടുക്കുന്നു, ആ വീട് ഇതുപോലുള്ള പ്രവൃത്തികൾ ഉപയോഗിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. കാരണം വെച്ചാൽ നമ്മൾ എന്ത് കൊടുത്തിട്ടാണ് അയാൾക്ക് വീട് കൊടുക്കുന്നത്? വാടക ചീട്ട് കൊടുത്തിട്ടാണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്? വീട് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അയാളുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം നമ്മൾ കണ്ടെടുത്തു കഴിഞ്ഞാൽ ആ വീട്ടുടമസ്ഥനും എന്താണ്? ബാധ്യസ്ഥനാണ്. ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നതിന് ഇയാളെ സഹായിച്ചിരുന്നോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ആ വീട്ടുടമസ്ഥൻ്റെ ബാധ്യതയായിട്ട് വരും. അപ്പം നമ്മളെല്ലാം ഈ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെളിവും കൊണ്ടാണ് നടക്കുന്നത്. ഇപ്പം എൻ്റെ മൊബൈൽ ടവർ എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചാത്തൂർ സ്കൂളിൻ്റെ ഇവിടെ നിൽക്കുകയാണ്, ഞാൻ ഈ ഫോണിൽ നിന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ട് എല്ലാം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ CDR എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പം പ്രതി ആരെയെല്ലാം നിരന്തരമായി വിളിക്കുന്നു അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും? പരിശോധിക്കപ്പെടും. അപ്പോൾ ഈ സഹായം എവിടെ നിന്ന് കിട്ടി? ഇതെല്ലാം നമ്മൾ ആ കേസിലേക്ക് വരും. അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? കൂടുതൽ പ്രതികൾ അതിൻ്റെ പിന്നിൽ വന്നുകൊണ്ടേയിരിക്കും. ആദ്യത്തെ പ്രതി ചെയ്യുന്ന അതേ കുറ്റം തന്നെയായിരിക്കും അതിന് സഹായിക്കുന്നവരുടെ പേരിലേക്ക് വരുന്ന കുറ്റവും. അവരുടെ ബാധ്യതയാണ് ഞാൻ ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. മനസ്സിലായ? അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതായത് ഇന്ത്യയിലുള്ളതിൽ ഏറ്റവും വലിയ ശിക്ഷയുള്ള നിയമമാണ് NDPS എന്ന് പറയുന്നത്. 20 വർഷം തടവും 2 ലക്ഷം രൂപ പിഴയാണ്. കൊമേഴ്ഷ്യൽ കൊണ്ട് 1-ൽ കൂടുതൽ പ്രാവശ്യം കുറ്റം ചെയ്ത് കഴിഞ്ഞാലും ഈ ശിക്ഷ കിട്ടും. അതേപോലെ 20 വർഷം തടവുള്ള വേറൊരു നിയമമുണ്ട്, അറിയാമോ? ഏതാ? ആർക്ക് പറയാം? 20 വർഷം തടവുള്ള NDPS നിയമം എന്ന് പറയുന്ന ഒരു കേന്ദ്ര നിയമമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. 1985-ൽ ഫോം ചെയ്ത നിയമമാണ് NDPS എന്ന് പറഞ്ഞാൽ, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ 20 വർഷം തടവുള്ള രണ്ടാമതൊരു നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. ഏതെന്ന് പറയാമോ? ആർക്ക് പറയാം? നിങ്ങളെല്ലാം ദിവസവും പത്രത്തിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആ നിയമത്തെക്കുറിച്ച്. ആർക്ക് പറയാം? നന്ദന. പോക്സോ ക്ലാസ്സോ 12th B. പോക്സോ നല്ലൊരു കൈ കൊടുക്കുക. 2000 ഏത് വർഷമാണ് പോക്സോ നിയമം വന്നത്? വർഷം. ഇപ്പോൾ ഞാൻ NDPS നിയമത്തിൻ്റെ വർഷം പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു ജനറലായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു NDPS നിയമം എന്നാണ് ഫോം ചെയ്തത് അല്ലെങ്കിൽ എന്നാണ് പ്രാബല്യത്തിൽ വന്നതെന്ന് നിങ്ങളടുത്ത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുത്തൂടെ? പക്ഷെ ഞാൻ പറഞ്ഞു തന്നു 1985. അതിനിടയ്ക്ക് മറന്നുപോയാ? 1985 പോക്സോ നിയമം എന്നാ വന്നത്? ആർക്ക് പറയാം? എഴുച്ചെന്ന് പറയാം, തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ആർക്കും? അതൊരു സംഭവത്തിൻ്റെ പിന്നിലാണ് നിയമം ഉണ്ടായത്, അറിയാമോ? ഇന്ത്യയുടെ രാജ്യ തലസ്ഥാനമായ ഒരു സംഭവം നടക്കുമ്പോഴാണ് ആ നിയമം രൂപീകരിച്ചത്. ഏതാണെന്ന് അറിയാമോ? ഹിന്ദി വരെ ഞാൻ തന്നു. പറഞ്ഞാൽ സമ്മാനം തരാമെന്ന് ജിടെക്കുകാർ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞോ, ഒരു സമ്മാനമുണ്ട് ജിടെക്കിൻ്റെ വക. ആർക്കും ഏറ്റെടുക്കാം? ഇല്ല. 2012 പോക്സോ നിയമം എപ്പോഴാണ് വരുന്നത്? 2012. ഏതാണ് ഇൻസിഡന്റ് എന്നറിയാമോ? ഏതാണ് ഇൻസിഡന്റ്? ഡൽഹിയിൽ നടന്നതാണ്. അത് പറഞ്ഞുകൂടാ? നിർഭയ എന്ന് പറയുന്ന കേസ് കേട്ടിട്ടുണ്ടോ? നിർഭയ കേസിൻ്റെ അതിന് ശേഷമാണ് എന്തുണ്ടായത്? പോക്സോ നിയമം വരുന്നത് 2012. എന്തിനാ ഈ നിയമം ഉണ്ടാക്കുന്നത്? എന്തിനാ?
എൻ്റെ ഒരു സംശയം, നിങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള വിചാരത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എന്തിനായി നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരുപാട് നിയമങ്ങളുണ്ട്. ഇപ്പം എക്സൈസ് കൈകാര്യം ചെയ്യുന്ന നിയമം NDPS ആണ്. അബ്കാരി ആക്ട് എന്ന് പറയുന്നത് സംസ്ഥാന നിയമമാണ്. ഈ അബ്കാരി ആക്ട് എന്ന് പറയുന്നത് എന്ന് നിർമ്മിച്ചെന്നറിയാമോ? വളരെ പഴക്കമുള്ള നിയമമാണ്. രാജാവ് നിർമ്മിച്ചതാണ്. 1077 നിർമ്മിച്ചത്. കൊച്ചി രാജാവ് നിർമ്മിച്ച നിയമമാണ് അബ്കാരി ആക്ട്. 10 കൊല്ലവർഷം 1077 അബ്കാരി ആക്ട് നിർമ്മിച്ചത്. അതായത് മദ്യത്തിൻ്റെ ഉൽപ്പാദനം, വിതരണം, അത് കടത്തിക്കൊണ്ടുപോകുന്ന ശിക്ഷ എല്ലാം പറഞ്ഞിരിക്കുന്ന അബ്കാരി ആക്ടാണ്. ഇത് സംസ്ഥാന നിയമമാണ്. ഈ നിയമം അനുസരിച്ച് ഇതിൽ ഏറ്റവും വലിയ ശിക്ഷ എത്രയെന്ന് അറിയാമോ? അബ്കാരി നിയമപ്രകാരം ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. അതായത് കേരള സംസ്ഥാനത്തിൽ ചാരായം എന്നൊരു വസ്തു ഉണ്ടായിരുന്നു. അതെന്നാ നിരോധിച്ചത്? എനിയോൺ ആർക്ക് പറയാം? ആർക്കും പറയാൻ പറ്റുന്നില്ല. 1996 ഏപ്രിൽ 1 എന്ത് ചെയ്തത്? ചാരായ നിരോധനം നിലവിൽ വന്നു. ആ ചാരായം ഉൽപ്പാദിപ്പിക്കുകയോ കടത്തിക്കൊണ്ടുപോയിച്ച് 1 ml കൈവശം വെച്ചാലും 1000 ലിറ്റർ കൈവശം വെച്ചാലും ഒരേ ശിക്ഷ, 10 വർഷം തടവും 1 ലക്ഷം രൂപയാണ് പിഴവ്. 1 ml ആയിരുന്നാലും 10 ml ആയിരുന്നാലും 1 ലിറ്റർ ആയിരുന്നാലും 1000 ലിറ്റർ ആയിരുന്നാലും ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം തടവും 1 ലക്ഷം. എന്തിനാ നിയമം നിർമ്മിക്കുന്നത്? അടുത്ത് നമുക്ക് അതിലേക്ക് വരാം. നിയമം എന്തിനാ നിയമം നിർമ്മിക്കുന്നത്? നിയമങ്ങൾ 2 തരമുണ്ട്. സംസ്ഥാന നിയമം, അബ്കാരി ആക്ട് എന്ന് പറയുന്നത് കേരളത്തിനകത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് നടപ്പാക്കാൻ പറ്റത്തുള്ളൂ. NDPS ആക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. തമിഴ്നാട് സംസ്ഥാന നിയമങ്ങൾ ആ സംസ്ഥാനത്തിന് മാത്രമേ അധികാര പരിധിയുള്ളൂ. എന്തിനാ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാനാണ്. അങ്ങനെയുള്ള അഭിപ്രായമുള്ള എത്ര പേരുണ്ട്? ഇവിടെ പറഞ്ഞു കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ആ അഭിപ്രായമുള്ള എത്ര പേരുണ്ട്? ഒരുപാട് നിയമങ്ങളുണ്ട് ഇന്ത്യയിൽ, അല്ലേ? നമ്മൾ എന്ത് രാജ്യമാണ്? ഇന്ത്യയാണ്, അത് മനസ്സിലായി. ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യ രാജ്യത്തെ നയിക്കുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ജനങ്ങളാണ്. നമ്മൾ ജനുവരി 26 നമ്മൾ ആഘോഷിക്കുന്നു. എന്തായിട്ട്? റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നു. എന്തിനാ റിപ്പബ്ലിക് ഡേ ആചരിക്കുന്നത്? എന്തിനാ റിപ്പബ്ലിക് ഡേ എന്തിനാ ആചരിക്കുന്ന? ഒരു ഭരണഘടന നിലവിൽ വന്ന എന്നാ ഭരണഘടന നിലവിൽ വന്നത്? 1950 ജനുവരി 26 നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ ഒരു ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ ആ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ നയിക്കുന്നത്. തന്നെയല്ലോ? ആണോ അല്ലേ? ആണ്. അപ്പോൾ ആ ഭരണഘടന നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഭരണഘടന നമുക്ക് ഒരുപാട് അവകാശങ്ങൾ തന്നിട്ടുണ്ട്, ഇല്ലേ? ഒരുപാട് കടമകളും തന്നിട്ടുണ്ട്. ഉറപ്പല്ലേ? അപ്പോൾ നമുക്ക് ഒരുപാട് അവകാശങ്ങൾ, അതായത് ഇന്ത്യയിൽ നമുക്ക് എവിടെയും സഞ്ചരിച്ചൂടെ? സഞ്ചരിക്കാം. എന്തും നമുക്ക് പഠിച്ചൂടെ? അല്ലേ? എന്തെങ്കിലും പഠിക്കുന്നതിന് ആർക്കെങ്കിലും വിലക്കുണ്ടോ? ഉണ്ടോ? ഇല്ല. ഈ രാജ്യത്ത് ലഭിക്കുന്ന എല്ലാ ആഹാര സാധനങ്ങളും നമുക്ക് കഴിച്ചൂടെ? എന്തെങ്കിലും വിലക്കുണ്ടോ? നമുക്ക് എന്ത് ജോലിയും ചെയ്തൂടെ? പഠിച്ച്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ജോലി ഈ രാജ്യത്ത് ചെയ്യാനുള്ള അവകാശങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഭരണഘടനാപരമായിട്ട് നമുക്ക് തന്നിട്ടുള്ള അധികാരങ്ങളെ ഹനിക്കുന്ന ശക്തികൾക്കേറെ നടപടിയെടുക്കാനാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഈ റോഡിൽ നടന്നു പോകുന്നു, എന്നെ ഒരാൾക്ക് തടയാൻ പറ്റുമോ? തടഞ്ഞു കഴിഞ്ഞാൽ അയക്കേരെ നടപടി സ്വീകരിക്കും. അപ്പം അങ്ങനെ ഭരണഘടനാപരമായിട്ടുള്ള നമുക്കുള്ളൊക്കെ എന്താണ് അവകാശങ്ങളെ ഹനിക്കുന്ന ശക്തികൾക്കേറെ നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നിയമം എന്തിനാണ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ പറയുമല്ലോ. സംശയമുണ്ടോ? മനസ്സിലായ? ഇന്ത്യൻ സിറ്റിസണിന് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു? തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒരുപാട് ഡ്യൂട്ടികൾസും തന്നിട്ടുണ്ട്, ഇല്ലേ?
അതെല്ലാം അതിനകത്ത് അതിനെ ഹനിക്കുന്ന ശക്തികൾ നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പബ്ലിക് പ്ലേസിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റത്തില്ല, നമ്മളെ വഴി തടയാൻ പറ്റത്തില്ല. തടഞ്ഞു കഴിഞ്ഞാൽ അവർക്കാര് നമുക്ക് എന്ത് ചെയ്യാം? നടപടി. അത് സിമ്പിളായിട്ടുള്ള. എന്താ പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പൊതുസ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പൊതുജനത്തിന് ഏതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് എന്തെന്ന് പറയാം? പൊതുസ്ഥലം എന്ന് പറയാം. നമ്മളെ വീട് പൊതുസ്ഥലമാണോ? അല്ല. പൊതുജനത്തിന് ഏതൊരു സ്ഥലത്തും ഒരു തടസ്സവും ഇല്ലാതെ കടന്നു ചെല്ലാൻ പറ്റുന്ന സ്ഥലങ്ങളെ നമുക്ക് എന്ത് പറയാം? പബ്ലിക് പ്ലേസ് എന്ന് പറയാം. അപ്പോൾ സ്കൂളൊരു പൊതുസ്ഥലമാണ്, സിനിമാ തിയേറ്റർ ഒരു പൊതുസ്ഥലമാണോ? ആണോ? ആണോ അല്ലേ? ആണ്. അപ്പോൾ അവിടെ എഴുതി കാണിക്കും പുകവലി ആരോഗ്യത്തിന്. എന്തിനാ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങളെല്ലാം പറഞ്ഞല്ലേ. അതായത് ആ പുകയിലയിലെ നിക്കോട്ടിൻ എന്ന് പറയുന്ന വസ്തുവിൽ ക്യാൻസറിന് കാരണമാകുന്ന 6000-ഓളം കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പം വലിക്കുന്ന ആളിനോടൊപ്പം അത് ശ്വസിക്കുന്ന ആളിനും എന്തുണ്ട്? രോഗം വരാം. അതുകൊണ്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് അതിനകത്ത് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ നിയമം നമ്മൾ ഒരുപാട്. അപ്പം നിയമം ഉണ്ടാക്കുന്ന ആരാ? ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കുന്നതല്ലേ, ഞാനിപ്പോൾ അങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിയമം ആരാ ഉണ്ടാക്കുന്നത്? നിയമത്തിൻ്റെ കാര്യം പറഞ്ഞു. നിയമ നിങ്ങളാണ് ഇത് എൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്. നിയമം ആരാ ഉണ്ടാക്കുന്നതെന്നൊക്കെ. ആരാ നിയമം ഉണ്ടാക്കുന്നത്? തനിയെ ഉണ്ടായി വരുന്നതാണോ? ഗവൺമെൻറ് ആണോ? ആർക്കറിയാം? ഒരാൾ നേരത്തെ ഒരു ഉത്തരം പറഞ്ഞു, അതുപോലെ ആർക്ക് പറയാം? പാർലമെൻറ്റ്. അതായത് കേന്ദ്ര നിയമങ്ങൾ ഉണ്ടാക്കുന്ന ആരാണ്? പാർലമെൻറ്റ്. അപ്പം സംസ്ഥാനത്ത് ആരായിരിക്കും? നിയമസഭ. അപ്പോൾ ഒരു സംസ്ഥാനത്തിന് ആവശ്യമായി നിയമം നിർമ്മിക്കുന്ന ആരാണ്? സംസ്ഥാന നിയമസഭയാണ്. രാജ്യത്തിൻ്റെ ആവശ്യമായിട്ടുള്ള നിയമം, കേന്ദ്ര നിയമങ്ങൾ നിർമ്മിക്കുന്ന ആരാണ്? പാർലമെൻറ്റാണ്. അപ്പോൾ NDPS എന്ന് പറയുന്നത് ഒരു സെൻട്രൽ ആക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കേരള അബ്കാരി ആക്ട് എന്ന് പറയുന്നത് എന്ത് നിയമമാണ്? കേരള സംസ്ഥാനത്ത് മാത്രമേ ജുഡീഷ്യറി, സംസ്ഥാന നിയമമാണ്. നമ്മൾ പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് നിയമത്തിൻ്റെ പേരിലാണ് അതിനകത്ത് ശിക്ഷ പറഞ്ഞിരിക്കുന്നത്? ഇതെല്ലാം നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഇല്ലേ? ഒരു ക്ലാസ് കൊടുക്കുന്നില്ലേ? ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുസ്ഥലത്ത് പുകവലിക്കെതിരെ നടപടി സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതോ അത് കൊണ്ടു നടക്കുന്നതോ ഉപയോഗിക്കുന്നതോ ഒരു നിയമപ്രകാരം ശിക്ഷാർഹമാണ്. കേരളത്തിൽ ഏത് നിയമപ്രകാരമാണ്? അവിടെയുള്ളവരൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു. ഏത് നിയമോ? ഇതെല്ലാം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട കാര്യത്തിലേക്ക് വന്നു. കേട്ടിട്ടില്ല നിങ്ങളാരും? അതിനകത്ത് തന്നെ ഹിൻ്റുണ്ട്. അതിനകത്ത് സിഗരറ്റ്. സി ആണ് ആദ്യത്തെ നിയമത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ എന്ന് പറയുന്നത്. എന്താണ്? നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരും. കോട്ട്പ എന്ന് കേട്ടിട്ടുണ്ടോ? കോട്ട്പ എന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? ആരും കേട്ടിട്ടില്ല. കോട്ട്പ അതായത് 2003 നിർമ്മിച്ച കോട്ട്പ ആക്ട് പ്രകാരമാണ് എന്താണ് പൊതുസ്ഥലത്ത് പുകവലിച്ചു കഴിഞ്ഞാൽ ശിക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്റ്റ് ആൻഡ് പ്രൊഹിബിഷൻ ആക്ട്, അതാണ് കോട്ട്പ എന്ന് ചുരുക്കി പറയുന്ന അക്ഷരങ്ങൾ. സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രോഡക്റ്റ് ആൻഡ് പ്രൊഹിബിഷൻ ആക്ട് 2003 പാസ്സാക്കിയിട്ടുള്ളത്. അത് പ്രകാരം പൊതുസ്ഥലത്ത് പുകവലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കോട്ട്പ പ്രകാരം നമുക്ക് എന്തടക്കാം? ഫൈന് ഈടാക്കാം. അതുപോലെ പുകയില ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്താലും എന്താണ്? കോട്ട്പ നിയമപ്രകാരം കേസെടുക്കാം. മനസ്സിലായോ? അപ്പം ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയണം. സ്കൂളിൻ്റെ എത്ര ദൂരം മാറിയ ഇത് വിൽക്കാൻ പാടുള്ളൂ? 100 യാർഡിന് ഉള്ളിൽ വെച്ച് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ അവർക്കെതിരെ കേസെടുക്കാം. അങ്ങനെ കേസെടുത്തു കഴിഞ്ഞാൽ കൊച്ചുകുട്ടിയേക്ക് 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ കൊടുത്തു കഴിഞ്ഞാൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം
5000 രൂപ പിഴയും 6 മാസം തടവുമുണ്ട്. JJ ആക്ടും കൂടെ അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലായോ? അത്രയും കഠിനമായ ശിക്ഷയുള്ളതാണ്. അപ്പം നിയമം നിർമ്മിക്കുന്നത് നിയമസഭയാണെന്ന് പറഞ്ഞു, പാർലമെൻറ്റ്, കേന്ദ്ര നിയമം പാർലമെൻറ്റാണെന്ന് പറഞ്ഞു. നിയമം നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തറിയണം? നിയമം നിർമ്മിച്ച് വെച്ചാൽ മതിയോ? നടപ്പിലാക്കണം. ആര് നടപ്പാക്കും? അതിന് ഓരോ ഏജൻസികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം എക്സൈസിൻ്റെ അടുത്ത് ഇപ്പം NDPS നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സൈസ് നടപ്പാക്കും, പോലീസ് നടപ്പാക്കും, NCB നടപ്പാക്കും, CBI നടപ്പാക്കും. ഇങ്ങനെ ഒരുപാട് ഏജൻസിക്ക് NDPS നിയമം നടപ്പാക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് അധികാരം കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ അധികാരം ഇങ്ങനെ ഒരുപാട് ഏജൻസീസ് ഉണ്ട്. ആ ഏജൻസികൾ നടപ്പാക്കും. ഇനി നിയമം നിർമ്മിച്ചു, അത് നടപ്പാക്കുന്നു. ഇനി എന്ത് ചെയ്യണം? ജുഡീഷ്യറി അല്ലേ? ഈ നടപ്പാക്കിയ നിയമം അയാൾ ആ കേസെടുത്തത് ശരിയായ രീതിയിലാണോ? ഇതിനകത്ത് എന്തെങ്കിലും വിവേചനം ഉണ്ടായോ? ഇതിനകത്ത് കള്ളക്കേസാണോ എന്ന് പരിശോധിക്കുന്ന ആരാണ്? കോടതിയാണ്. അങ്ങനെ കോടതി പരിശോധിച്ച് ആ കേസിൻ്റെ ട്രയൽ നടന്നു, അതിനകത്ത് ശിക്ഷ വിധിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അറിയണ്ടേ? അപ്പോൾ ആര് നമ്മളെ അറിയിക്കും? ആരാ നമ്മളെ അറിയിക്കുന്നത്? ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അവർ. മീഡിയ അല്ലേ? ജനം TV പോലുള്ള മീഡിയ എന്ത് ചെയ്യും? നമ്മളെല്ലാം അറിയിക്കും. ഇതെല്ലാം പത്രത്തിൽ ഇങ്ങനെ വാർത്ത വരും അല്ലേ? നമ്മളിതെല്ലാം വായിക്കുന്നില്ലേ? പത്രത്തിലും TV-യിലും എല്ലാം ഇന്ന കുറ്റം ചെയ്ത ആളിനെതിരെ ഇത്ര വർഷം ശിക്ഷിച്ചു, ഇത്ര രൂപ അയാളിൽ നിന്നും ഫൈൻ ഈടാക്കിയെന്ന് ആരെ നമ്മളെ അറിയിക്കും? മീഡിയ നമ്മളെ അറിയിക്കും. അപ്പം ജനാധിപത്യത്തിൻ്റെ 4 തൂണുകളാണ് എന്ത് പറയുന്നത്? നിയമനിർമ്മാണം, അത് നടപ്പാക്കുന്ന ഏജൻസി, അത് പരിശോധിക്കുന്ന ജുഡീഷ്യറി, അതറിയിക്കുന്ന മീഡിയ. ഇതെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോഴേ ഒരു ജനാധിപത്യം ശരിയായ രീതിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ. യെസ്, മോളെ ചോദിച്ചോളൂ. പേര് പറയണേ. പേര് പറഞ്ഞു. എൻ്റെ പേര് രാജീമോള. റെഡി അല്ലേ? യെസ്, ചോദിച്ചോ. എൻ്റെ പേര് രാജീമോള. സാർ, ലഹരി മാഹിയുടെ സാമീപ്യ ശൃംഖല സാമ്പത്തിക ശൃംഖല തകർക്കാൻ സർക്കാർ എന്തെല്ലാം ചെയ്യണം? അതായത് ലഹരി മാഫിയ, ഞാൻ നേരത്തെ ഇവിടെ ഹിന്ദിയായിട്ട് പറഞ്ഞു. അതായത് ഇരുന്നോളൂ. അതായത് ഏത് കുറ്റകൃത്യം ചെയ്യുമ്പോഴും ആ കുറ്റകൃത്യത്തിന് എന്ത് സഹായം ചെയ്താലും അത് നമ്മളെന്ത് ചെയ്യും? പൈസ അയക്കുന്നു. നേരത്തെ പറഞ്ഞില്ലേ? അല്ലെങ്കിൽ അയാൾക്ക് താമസിക്കുന്നതിന് പ്രതികളാവും. അങ്ങനെ ഈ ലഹരി മാഫിയ എന്ത് ചെയ്യുന്നു? ഇതിലൂടെ ആർജിക്കുന്ന പൈസ ഉപയോഗിച്ച് എന്ത് വസ്തുക്കൾ വാങ്ങിയാലും, കാറായാലും വീടായാലും വസ്തുവായാലും, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യും? NDPS 68 സെക്ഷൻ 68F പ്രകാരം എന്ത് ചെയ്യുന്നു? ഫോർഫീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് സർക്കാരിലേക്ക് എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്ത് എടുക്കാൻ പറ്റും. അയാളെ ബാങ്കിനകത്ത് പൈസ ഉണ്ടെങ്കിൽ ആ ബാങ്ക് പാസ്ബുക്കിലുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് മുതൽ കൂട്ടും. അപ്പോൾ അത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കുറ്റകൃത്യം ചെയ്യുമ്പോൾ അയാളുടെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പരിശോധിക്കും. അയാളുടെ അച്ഛന് ഇയാൾ ഈ ബിസിനസ് നടത്തിയിട്ട് അച്ഛൻ്റെ ബാങ്കിലേക്ക് വെള്ളിവിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു അയാൾ ഈ ബിസിനസ്സിന് ശേഷം വാങ്ങിച്ചിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിച്ച് നമുക്ക് ഫ്രീസ് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് മുതൽ കൂട്ടാൻ പറ്റും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കോടിക്കണക്കിന് വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പോലീസും എക്സൈസും എല്ലാം ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ബിസിനസ്സിൽ ഏർപ്പെട്ടവരുടെ വസ്തുക്കളും വീടുകളും എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ വസ്തു എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിൽക്കാൻ ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇത് സർക്കാരിലേക്ക് കണ്ടുകെട്ടുമ്പോൾ ആ വീട്ടിൽ നിന്ന് അവരെന്ത് ചെയ്യണം? ഇറങ്ങിപ്പോവുകയും വേണം. എന്നുവെച്ചാൽ സർക്കാർ പ്രോപ്പർട്ടിയായിട്ട് മാറുകയാണ്. അതിനുപയോഗിക്കുന്ന വാഹനമായിരുന്നാലും എന്തായിരുന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്യും. സംശയം കഴിഞ്ഞോ? അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ എല്ലാം ഈ 68F ആണ്, ഫൈനാൻഷ്യൽ ഫ്രീസിങ് എന്നാണ് പറയുന്നത്. ആ നിയമപ്രകാരമാണ് ഇത് ഫ്രീസ് ചെയ്യുന്നത്. കണ്ടുകെട്ടുക എന്ന് പറയും നമ്മൾ മലയാളത്തിൽ, കണ്ടുകെട്ടുക. അടുത്ത് യെസ് മോളെ. എൻ്റെ പേര് ശ്രീബാല RS. സാർ, ഈ ലഹരിക്ക് അടിമപ്പെടുന്ന കുട്ടികളെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അതായത് കേരളത്തിലെ എക്സൈസിൻ്റെ കാര്യം പറയാം. അതായത് കേരളത്തിൽ 14 DDX സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, 14 ജില്ലയിലായിട്ട്. ഇവിടെ കൊല്ലം ജില്ലയിൽ അത് പ്രവർത്തിക്കുന്നത് ചാത്തന്നൂർ നെടുങ്ങോലത്തുള്ള രാമറാവു മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എക്സൈസിൻ്റെ അധീനതയിലുള്ള DDX സെൻറ്റർ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ചികിത്സ മൊത്തം ഫ്രീ ആണ്.
അതായത് ഡോക്ടറുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, നഴ്സുമാരുണ്ട്, അവിടെ കിടത്തി ചികിത്സയുമുണ്ട്, OP-യുമുണ്ട്, അതുപോലെ കൗൺസിലിംഗ് വേണമെന്നൊരു കൗൺസിലിംഗ് ഉണ്ട്. എല്ലാ ഇതും സർക്കാർ സൗജന്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഇപ്പോൾ അയാളെ കിടത്തി ചികിത്സിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കിടത്തി ചികിത്സിക്കാൻ പറ്റും. ഇവിടെ നിങ്ങളെ തൊട്ടടുത്ത് തന്നെയാണ് കൊല്ലം ജില്ലയിൽ രാമറാവു മെമ്മോറിയൽ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ഡി-അഡിക്ഷൻ സെൻറ്റർ, എക്സൈസിൻ്റെ ഡി-അഡിക്ഷൻ സെൻറ്റർ പ്രവർത്തിക്കും. അതുപോലെ പ്രൈവറ്റായിട്ട് ഒരുപാട് ഡി-അഡിക്ഷൻ സെൻറ്റർ ഉണ്ട്. അപ്പോൾ ആദ്യം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കണം. കൗൺസിലിംഗ് വിധേയമാക്കുമ്പോഴാണ് അവരുടെ അഡിക്ഷൻ്റെ തോത് എത്രയെന്ന് അറിയുന്നത്. അതനുസരിച്ച് ഡോക്ടർ അയാൾക്ക് അതിനനുസരിച്ച് മരുന്ന് പ്രിഫർ ചെയ്ത് അവിടെ ചികിത്സിക്കും. യെസ്, ഒരു മിനിറ്റ് മോള്. കൗൺസിലിംഗ് നമ്മുടെ വിമുക്തി കോർഡിനേറ്റർ നമ്മുടെ ഓഫീസിലേക്ക് വന്ന് കൗൺസിലർ നമ്മുടെ എന്ത് ചെയ്യും, അതിൻ്റെ കൗൺസിലിംഗ് നടത്താറുണ്ട്. നമ്മുടെ ഓഫീസിൽ കൊല്ലത്ത് ചിന്നക്കടയിലാണ് ഞങ്ങളുടെ ഓഫീസ്. അവിടെ വന്നാലും നമ്മൾ കൗൺസിലിംഗ് നടത്താറുണ്ട്. പറയും സാർ, എൻ്റെ പേര് കൺമണി. ലഹരി വ്യാപാരികളുടെ സ്വത്ത് വേഗത്തിൽ കണ്ടുകിട്ടുമ്പോൾ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമോ? കണ്ടുകെട്ടുക എന്ന് പറയുന്നത് അതിന് ഒരുപാട് പ്രോസസ്സുണ്ട്. ഇപ്പം നമ്മൾ അയാൾ ഈ ലഹരി വ്യാപാരത്തിലൂടെ വാങ്ങിയ വസ്തുവാണെന്ന് ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ആ വില്ലേജ് ഓഫീസറിൽ നിന്ന് കൊടുത്ത് ഇതെല്ലാം വാങ്ങിച്ചിട്ട് ചെന്നൈയിലുള്ള കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് നമ്മളിത് അയച്ചു കൊടുക്കും. അവരാണ് ഇതിൻ്റെ ഫ്രീസിങ് ഓർഡർ ഇറക്കുന്നത്. ഇതിൻ്റെ അപ്പീൽ അതോറിറ്റി എന്ന് പറയുന്നത് ഡൽഹിയാണ്. അപ്പോൾ ഡൽഹിയിൽ അയാൾക്ക് പോയി ഇതിന് അപ്പീലുണ്ട്. ഈ അപ്പീലെല്ലാം കഴിഞ്ഞ് വന്നെങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, പെർമനൻ്റ് ആയിട്ട് ഇത് ഫ്രീസ് ചെയ്യപ്പെടുത്തുള്ളൂ. അതിനെതിരെ കുറച്ച് നടപടിക്രമങ്ങളുണ്ട്. ഇതെല്ലാം കണ്ടുകെട്ടുക, ഈ വസ്തുവകൾ ഇതിലൂടെയാണ് ആർജിച്ചതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷണം നടത്തി നമ്മൾ ഉറപ്പുവരുത്തിയതുകൊണ്ട് അയാളുടെ ബാങ്കിലുള്ള പൈസയാണെങ്കിൽ ആ വിൽപ്പന നടത്തിയിലാണ് ഈ പൈസ വന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതുകൊണ്ട് അയാൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങി അയാളുടെ കേസിന് എത്ര വർഷം മുമ്പാണ് ഈ പ്രോപ്പർട്ടികളെല്ലാം അയാൾ വാങ്ങിയതെന്ന് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ നമ്മൾ കണ്ടെത്തി ആ വില്ലേജ് ഓഫീസർക്ക് ബാങ്കിലെ മാനേജർക്കൊക്കെ ലെറ്റർ കൊടുത്ത് ഇതെല്ലാം കൃത്യമായിട്ട് വാങ്ങി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമുക്കിത് കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് നമ്മളിത് ഫ്രീസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്നത്. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യണം, അപ്പീലുണ്ട്. അപ്പീൽ നമുക്ക് എവിടെ പോകാം, കോടതിയല്ല, ഇതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ഡൽഹിയാണ്. അവിടെ പോയിട്ട് ഇയാൾക്ക് അപ്പീൽ കൊടുക്കാം. അപ്പീലും നിരസിച്ചെങ്കിൽ മാത്രമേ ഈ സ്ഥാനം പെർമനൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഫ്രീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത് സാർ, എൻ്റെ പേര് നക്ഷത്ര. ഈ ലഹരിക്കെതിരെ ഇത്രയധികം നിയമങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ലഹരി മാഫിയ ഇപ്പോഴും ശക്തമായിക്കൊണ്ടിരിക്കുന്നത്? ഞാനത് പറഞ്ഞു. അതായത് ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പോൾ എനിക്കൊന്നും വേണ്ട, അതായത് നിർബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും എന്നെ ആഹാരം കഴിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ അടുത്ത് ഒരാൾ വിഷം കൊണ്ട് തരികയാണ്, കഴിക്കാൻ പറയും, നിങ്ങൾ കഴിക്കുമോ? എന്തുകൊണ്ട് കഴിക്കില്ല? എന്തുകൊണ്ട് കഴിക്കില്ല? അതുപോലെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരു വസ്തു നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇവിടെ ലഹരി വിൽക്കാൻ പറ്റുമോ? നമ്മളാണ് അതിൻ്റെ ഡിമാൻഡ് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വസ്തു ഇവിടെ വരുന്നത്. നമുക്ക് വേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു ഈ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റത്തില്ല. ഡിമാൻഡ് ഇല്ലാത്ത ഒരു വസ്തുവും ഈ ലോകത്ത് വിൽക്കാൻ പറ്റില്ല. ആ ഡിമാൻഡ് നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നമ്മളെല്ലാം ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ നമ്മൾ വിഷം കഴിക്കില്ല. അതുപോലെയാണ് നമ്മുടെ ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ശക്തികളും, നമ്മുടെ ബുദ്ധിശക്തി നഷ്ടപ്പെടും, കാഴ്ചശക്തി നഷ്ടപ്പെടും, നമ്മുടെ എല്ലുകൾ ദ്രവിച്ചു പോവും. ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നല്ല, 2-3 വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ അസ്ഥികളെല്ലാം ദ്രവിച്ചു പോവും. അപ്പം ഡിമാൻഡ് ഇല്ലാത്തൊരു വസ്തു ഈ ലോകത്ത് വിൽക്കാൻ പറ്റത്തില്ല. ഡിമാൻഡ് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ വസ്തു ഇവിടെ വരുന്നത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, കൃത്യമായ ഒരു ലക്ഷ്യബോധവും നമുക്ക് ഒരു ഭാവിയുണ്ട്, നമ്മൾ എന്തിന് ജനിച്ചു, നമ്മൾ എന്തിനാണ് നമ്മുടെ കടമ എന്ന് തിരിച്ചറിവുള്ള ഒരാൾക്കും ഒരു ശക്തിയെ കീഴടക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആർജവമുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു, നോ പറയേണ്ടടുത്ത് നോ പറയണം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ എത്ര ചങ്ക് ഫ്രണ്ട്സ് ആയിരുന്നാലും നിങ്ങളൊരു ആപത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ഈ ചങ്ക് ഫ്രണ്ട്സ് ഒന്നും വരത്തില്ല. അവിടെ ആപത്തിൽ സഹായിക്കാൻ വരുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ മാത്രമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഓഫീസിൽ ഒരു കേസ് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവനെ സഹായിക്കാനായിട്ട് അവിടെ എത്തുന്നത് ആരാണ്? അവൻ്റെ അച്ഛനും അമ്മയും അവൻ്റെ സഹോദരനോ സഹോദരിയായിരിക്കും. അല്ലാതെ അവൻ്റെ കൂടെ ആ പ്രവൃത്തി ചെയ്യുന്നതിന് ആ നിമിഷം വരെ നിന്ന ചങ്ക് ഫ്രണ്ട്സ് ആരും വന്നിട്ടില്ല എന്നുള്ള വസ്തുത എൻ്റെ ഇതുവരെയുള്ള സർവീസിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെ വർക്ക് ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം. ഒരു ജില്ലയിലാണെങ്കിൽ മാത്രം നമുക്ക് പറയാൻ ശരി ആ ജില്ലയിലുള്ള പ്രത്യേകം. പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ല വരെയും ഇതേ അവസ്ഥയാണ്.
യെസ്, അവസാന ക്വസ്റ്റ്യൻ. ആൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻസേ ഇല്ല. എൻ്റെ പേര് അതുല്യ. കേരളത്തിലെ ലഹരി പ്രശ്നങ്ങൾ ദേശീയ പ്രശ്നങ്ങൾക്ക് കാരണമാണോ? പ്രശ്നങ്ങൾ ദേശീയ പ്രശ്നങ്ങൾക്ക് കാരണമാണോ? ദേശീയ പ്രശ്നങ്ങൾക്ക് കാരണമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലഹരി ഉപയോഗിച്ച് അവൻ്റെ ബുദ്ധിശക്തി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഭ്രാന്തനായി കഴിഞ്ഞാൽ ആ രാജ്യത്തിന് തന്നെ നഷ്ടമല്ലേ, കുടുംബത്തിന് ആദ്യം നഷ്ടം. അത്രയും നാളോടെ വളർത്തിക്കൊണ്ടുവന്ന അവൻ്റെ അച്ഛനും അമ്മയ്ക്കും ബാധ്യതയായി, ഈ ലോകത്തിനും രാജ്യത്തിനും ബാധ്യതയായി മാറുകയല്ലേ. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് വേണ്ടി എത്രയോ ദിവസം ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ ചോദിക്കുന്ന ആഹാര സാധനങ്ങൾ അവർ വാങ്ങിച്ചു തന്നിട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ ഒരു പെൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പെൻസിൽ വാങ്ങിച്ചു തരും? ഒരു പാക്കറ്റ് പെൻസിൽ വാങ്ങിച്ചു തരില്ലേ? ഒരു ഡ്രസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു തരും, ഇല്ലേ? ചിലപ്പോൾ നിങ്ങളുടെ അച്ഛനും അമ്മയും പോലും അവർ പുതിയ ഡ്രസ്സ് പോലും വാങ്ങിക്കാതെ നിങ്ങൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരും. നിങ്ങൾ ചോദിക്കുന്ന ആഹാരം വാങ്ങിച്ചു തരും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അവരെന്തുമാത്രം നമുക്ക് വേണ്ടി എഫർട്ട് എടുക്കുന്നു, ഇല്ലേ? അപ്പോൾ അവർക്കും വേണ്ടിയും അല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? അതാ ചങ്ക് ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണോ? അല്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഫ്രണ്ട്സ് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഫ്രണ്ട്സിൻ്റെ ഉദ്ദേശശുദ്ധി നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. നമ്മളെ സഹായിക്കാനാണോ നമ്മളെ നശിപ്പിക്കാനാണോ കൂടെ കൂടിയിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ. യെസ്. എൻ്റെ പേര് മുഹമ്മദ് അൽത്താഫ്. സാറ് പറഞ്ഞല്ലോ, ഒരു ലഹരി കേസിൽ ഒരാൾ പിടിച്ചാൽ അയാളുടെ കൂടെ നിൽക്കുന്ന ആളെയും കൂട്ടുപ്രതിയായിട്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് അകന്ന് നിൽക്കാൻ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികളുടെ സ്വഭാവവും അവരുടെ സാമൂഹിക ഇടപെടൽ എങ്ങനെയായിരിക്കും എന്നുള്ള സാറിൻ്റെ എത്ര ആളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടൊന്ന് പറയുന്ന ഒരു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു ബൈക്കിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പോകുന്നു. നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം? ആ സ്ഥലത്തെത്തുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. പക്ഷേ നമ്മൾ ആ ലിഫ്റ്റ് ചോദിക്കുന്ന ബൈക്കായിരുന്നാലും കാറായാലും അതിനകത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റുമോ? ഉണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങൾ വേറൊരു ഒരാളും കൂടെ പോകുന്ന ആളിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും വസ്തു ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അയാളുടെ നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടർ പറഞ്ഞിട്ടില്ലേ, നിങ്ങളൊരു ചായക്കടയിൽ ഒരു കൂട്ടുകാരനുമായിട്ട് പോകുന്നു, അയാളുടെ കയ്യിൽ എന്തിരിക്കും നമുക്കറിയാൻ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ വളരെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കേണ്ട നിങ്ങളുടെ ബാധ്യതയാണ്. പിടിക്കുന്ന ഉദ്യോഗസ്ഥനില്ല. അപ്പം നമ്മൾ വളരെയധികം പ്രിക്കോഷൻ എടുക്കേണ്ട സമയമാണ്. അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരു സെക്കൻഡ് ആലോചിക്കുക, ഇതിനകത്ത് എന്തെങ്കിലും കെണി ഉണ്ടോ എന്ന്. നമ്മൾ പൈസ ട്രാൻസാക്ട് ചെയ്യുമ്പോഴോ നമ്മളൊരു വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴോ നമ്മുടെ ഒരു കൂട്ടുകാരൻ ചോദിക്കുന്നതാണ്. ഇപ്പം ഞങ്ങളുടെ എക്സൈസിൻ്റെ ഓഫീസിൽ വന്നു നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം കാറുകളും ബൈക്കുകളുമാണ് അവിടെ കിടക്കുന്നത്. അതായത് അവരുടെ കൂട്ടുകാരുടെ ചോദിക്കും, എനിക്കൊന്ന് കൊല്ലം ജംഗ്ഷൻ വരെ പോകുന്നതിന് ബൈക്ക് തരുമോ എന്ന് ചോദിക്കും. അവർ ബൈക്ക് കൊടുക്കും. ബൈക്ക് കൊടുക്കുമ്പോഴേക്കും ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്ത് വരും, നമ്മൾ വഴി പിടിക്കുന്നു. ആ ബൈക്ക് എന്ത് ചെയ്യും? ഗവൺമെൻറ്റിലേക്ക് കണ്ടുകെട്ടപ്പെടുകയാണ്. ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. കോടതിക്ക് പോലും അത് തിരിച്ചു കൊടുക്കാനുള്ള അധികാരമില്ല. അങ്ങനെ നമ്മുടെ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന ആളിന് എന്ത് സഹായം ചെയ്താലും ആ ചെയ്ത സഹായം അയാൾ ചെയ്ത അതേ കുറ്റം ഇതിലേക്ക് വന്നു ചേരും.